ജനിക്കുന്നു. ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. എന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ മരണപ്പെടുന്നവരാകട്ടെ അടുത്ത ജന്മത്തിൽ ഇവിടെ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിലാണ് ജനിക്കുക എന്നതാണ്. ഇത് പിന്നെ വളരെ വിശദമായി ഗദ്യരൂപത്തിലുള്ളതാണ്, പദ്യരൂപത്തിലുള്ളതല്ല. ഗദ്യരൂപത്തിലുള്ള ഈ ചന്ദോപനിഷത്തിൽ വളരെ വിശദമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താ ഇവിടെ പറയുന്നത്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നവര് പഴയ ജന്മത്തിൽ, അവരുടെ മുൻ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജനിച്ചത് അവരുടെ ആ ബ്രാഹ്മണനായി ക്ഷത്രിയനായി വൈശ്യനായി സമൂഹത്തിൽ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങൾക്കും സാമൂഹികമായ ഉയർന്ന അവസ്ഥക്കും കാരണം അവരുടെ പഴയ ജന്മത്തിലെ അവരുടെ നന്മകളാണ്. എന്നാൽ ബാക്കിയുള്ളവരോ ചണ്ടാളനും പന്നിയും പട്ടിയും ഒരേപോലെയാണ് പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജന്മത്തിൽ തെറ്റ് ചെയ്ത ഇയാൾ അടുത്ത ജന്മത്തിൽ ചണ്ടാളനോ പന്നിയോ പട്ടിയോ ആയി ജനിക്കുന്നതാണ്. അപ്പോൾ പന്നിയുടെയും പട്ടിയുടെയും ഗണത്തിലാണ് പാവപ്പെട്ടവനായ അടിസ്ഥാനവർഗമായ ചണ്ടാളനെ പെടുത്തിയിട്ടുള്ളത്. ആ ചണ്ടാളന് ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ നല്ല രീതിയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളായി ജനിക്കാൻ എന്താ മാർഗം? സ്വധർമ്മം അനുഷ്ഠിക്കുക. എന്താ ചണ്ടാളന്റെ സ്വധർമ്മം? മനുസ്മൃതി വായിച്ചാൽ മതി. എന്താ ചണ്ടാളന്റെ സ്വധർമ്മം? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾക്ക് ദാസ്യവേല ചെയ്യുക. ഈ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അവര് ഈ സ്വധർമ്മം കൃത്യമായി കൃത്യവിലോപമില്ലാതെ അനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിലെങ്കിലും അവർക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ജനനേന്ദ്രിയത്തിൽ ജനിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം വളർത്തുവാൻ വേണ്ടി ചന്ദോപനിഷത്തിലെ ജൈവലി മഹർഷിയും മറ്റും നിർമ്മിച്ചെടുത്തതാണ് ഈ പുനർജന്മ വിശ്വാസം എന്ന വാദം. എൻ്റേത് മാത്രമല്ല, ഹൈന്ദവ പണ്ഡിതന്മാരിൽ തന്നെ പെട്ട ചില വിഭാഗങ്ങൾ അങ്ങനെ വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പുനർജന്മ വിശ്വാസം സത്യത്തിൽ കടന്നു വരുന്നത് ഇങ്ങനെയാണ്, ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. നമുക്കറിയാമല്ലോ, ഗീതയുടെ രചനാ കാലഘട്ടം ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിന് തൊട്ടുമുമ്പ് തുടങ്ങുകയും ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിന് ശേഷവും ഗീതയുടെ രചനയിൽ പല പങ്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൻ്റെ ഭാഷയും ഉള്ളടക്കെല്ലാം നോക്കിയിട്ട് ഏതായിരുന്നാലും ആ കാലഘട്ടങ്ങളായതുകൊണ്ട് തന്നെ എന്തുണ്ടായി? ആ ശ്രീബുദ്ധൻ്റെ കാലഘട്ടം എന്നെല്ലാം പറഞ്ഞാൽ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥക്ക് അനുഗുണമായി ഉണ്ടായിരുന്ന ഈ പുനർജന്മ വിശ്വാസം ഗീതയിൽ സ്വാധീനം ചെലുത്തിയത് അതുകൊണ്ടാണ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. എത്ര ശക്തമായ ടെലസ്കോപ്പ്, റേഡിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചാലും സ്വർഗനരകങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മളാരും വിശ്വസിക്കണില്ല. എന്നാൽ അപ്പോൾ എന്ത് വേണം? മരണാനന്തര ജീവിതം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. മരണാനന്തര ജീവിതം, മോക്ഷം, സാൽവേഷൻ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ സാൽവേഷന് നമ്മൾ അർഹരാകണം. മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് ഡിസൈഡ് ചെയ്യാൻ, നമ്മുടെ ഡിസിഷന്, നമ്മുടെ തീരുമാനങ്ങൾക്ക് അതീതമാണ് മരണം. അതുകൊണ്ട് തന്നെ ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, നമ്മൾ ആ ജീവിതത്തിലെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ മോക്ഷം പൂർണ്ണമായി നേടിത്തരുവാൻ സാധിക്കുന്ന സോഴ്സുകളിൽ നിന്നാണോ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇവിടെയും വിശുദ്ധ ഖുർആൻ വ്യതിരിക്തമാകുന്നു. വിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അഥവാ മോക്ഷത്തെക്കുറിച്ച് അതിൻ്റെ 1/3 ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഖുർആന്റെ 1/3 ഭാഗം ആഖിറത്താണ്, മരണാനന്തര ജീവിതമാണ്. ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വെറുതെ പറഞ്ഞു പോവല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തെ വിമർശിക്കുന്ന ആളുകൾക്കുള്ള മറുപടി അയഹ്സബുൽ ഇൻസാന അല്ലം നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. പരിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമ 3-4 വചനങ്ങൾ. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അവരുടെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുവാൻ സാധ്യമല്ലെന്ന്? എങ്കിൽ അറിയുക, അവരുടെ വിരൽ തുമ്പുകളെ പോലും കൃത്യമായി ശരിപ്പെടുത്തുവാൻ സാധിക്കുന്നവനാണ് നാം. അവിടെ പരിശുദ്ധ ഖുർആൻ ഒരു അടയാളമിട്ട് തരികയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യത്യസ്ത വ്യക്തികൾക്ക്, വ്യത്യസ്ത മനുഷ്യർക്ക് അവരുടെ ഐഡന്റിറ്റിയുടെ, അവരുടെ വ്യത്യസ്തതയുടെ പ്രതീകമാണ് വിരൽ തുമ്പുകൾ എന്ന് അറബ്യൻ ഗോത്രവർഗത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന്, ഒരു നിരക്ഷരനായ മനുഷ്യന് പറയാൻ സാധ്യമല്ല. അവിടെ കൃത്യമായി വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ, വ്യത്യസ്തത, മനുഷ്യന്റെ വ്യത്യസ്തത പ്രകടമാക്കുന്ന
ഐഡന്റിറ്റിയുടെ പ്രകട രൂപമായ അത് നമ്മൾ 18-17 നൂറ്റാണ്ടുകളിലാണല്ലോ അതിനൊരു ഒരു രൂപം നമ്മൾ അതിനെക്കുറിച്ച് ശാസ്ത്രം ഡെവലപ്പ് ചെയ്തെടുത്തത്. എന്നാൽ ഈ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ സാധിക്കുന്നവനാണ് പടച്ചതമ്പുരാൻ എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അന്ന് അത് തുടങ്ങി ജീവിതത്തിൻ്റെ മരണാനന്തര ജീവിതത്തിലുള്ള സംഭവങ്ങളും മരണാനന്തര ജീവിതത്തിൻ്റെ സത്യതകളും എല്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന കൃത്യമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് ഒരു ചിത്രം നൽകുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് അവിടെയും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം ആ പിന്നെ ഖുർആനിലെ പരാമർശങ്ങൾ സത്യസന്ധമാണോ എന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പരിശോധിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാൻ. I'm Tony of the 40th batch. Very often when we come to such a forum, we always talk about theist religion, that is Hindus, Muslims and Christians. We never think about the greatest atheist that there was in this world, who looked beyond God, who put the responsibility on mankind that you can achieve your own intellect, your own morality and your own salvation. Probably he was not all that successful because he's been changed and modified so much, and now they've given him a theist form, and that is Buddha. So what is your opinion? Do you think that giving the name of God is a convenience that we all take, an easy way out, so that our responsibilities are reduced? Our responsibility to take on our own salvation is reduced or not? The question of my friend is about atheist. We speak about religion, but my friend regret that we do not speak about atheist. You can find some atheist leading a good life, but what is good? What is bad? What is sin? Has any